ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു 40,000 റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 3 AC കളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നപ്പോൾ വീട്ടിലേക്കുള്ള സംഭവം നമ്മൾ പറഞ്ഞാൽ കമേഴ്ഷ്യൽ പർപ്പസിനുള്ള കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പേര് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ പല AC കളുടെ റിവ്യൂസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് നമുക്ക് വരാറുണ്ട്. നമ്മുടെ ഒരു ജിമ്മിന് പറ്റിയ AC അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോറിന് പറ്റിയ AC എന്ന് പറഞ്ഞാൽ അതൊക്കെ ആക്ച്വലി കമേഴ്ഷ്യൽ യൂസ് ആവും. അപ്പോൾ അത് ഡിഫറെൻറ്റ് AC വാങ്ങിക്കണം. നിങ്ങൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഹെവി ഡ്യൂട്ടി AC വാങ്ങിച്ച് വെക്കുകയായിരിക്കും നല്ലത് കമേഴ്ഷ്യൽ പർപ്പസുകൾക്ക്. അല്ലാതെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വീടുകളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൗസിന് വേണ്ടിയിട്ടുള്ള AC കളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 3 AC നമ്മൾ പറയുന്നുള്ളൂ. ടോപ്പ് 3 AC അണ്ടർ 40,000 നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന 1 ടൺ ആയിക്കോട്ടെ, 1.5 ടൺ ആയിക്കോട്ടെ, 3 സ്റ്റാർ ആയിക്കോട്ടെ, 5 സ്റ്റാർ ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഈ ടണ്ണേജിലേക്ക് പോകും. ടൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റിയാണ് 1 ടൺ, 1.5 ടൺ. നിങ്ങളുടെ റൂം ഒരു 110 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടൺ മതി. അതിൻ്റെ മുകളാണെങ്കിൽ 1.5 ടൺ വാങ്ങിക്കായിരിക്കും നല്ലത്. എസ്പെഷ്യലി നിങ്ങളുടെ റൂം മുകളിലൊക്കെ ആണെങ്കിൽ, ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ. പിന്നെ 3 സ്റ്റാറും 5 സ്റ്റാറാണ്. 3 സ്റ്റാർ ആണെങ്കിൽ നിങ്ങളുടെ യൂസേജ് എങ്ങനെയാണ്, കണ്ടിന്യൂസ്ലി 6 മണിക്കൂറാണ് അല്ലെങ്കിൽ 6 മണിക്കൂറിൻ്റെ താഴേക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 3 സ്റ്റാർ മതി. 6 മണിക്കൂറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 6-7 മണിക്കൂറിൻ്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 5 സ്റ്റാറിലേക്ക് പോയാൽ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് മാത്രമാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും. 3 സ്റ്റാർ വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ക്യുക്കായിട്ട് സംഭവം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പ് 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ബ്രാൻഡുകൾ തന്നെയായിരിക്കും. പാനസോണിക് ടോപ്പ് 1 നിൽക്കുന്നുണ്ട്, LG സെക്കൻഡ്, ഡേക്കിൻ തേർഡായിട്ട് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കാരണങ്ങളുണ്ട്. പാനസോണിക് ഞാൻ ഫസ്റ്റ് വയ്ക്കാൻ കാരണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി 2-3 പാനസോണിക്കുകളുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അവർ 2026 മോഡൽ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. സെൽഫ് ക്ലീനിങ് ടെക്നോളജി ഒക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ HU സീരീസ് എന്ന് പറഞ്ഞിട്ട് കുറേ മോഡലുകൾ ഇറക്കിയിട്ടുണ്ട് പാനസോണിക്. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി അത്യാവശ്യം നല്ല പ്രൈസ് കുറഞ്ഞിട്ട് പോലും നമുക്ക് സ്മാർട്ട് മോഡൽസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2026 സ്മാർട്ട് ആണല്ലോ എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പ് സപ്പോർട്ട്, ഇപ്പോൾ അതിൻ്റെ ആപ്പ് കാണിച്ചിട്ടാണെങ്കിൽ മിറായി ആപ്പ് എന്നൊരു സംഭവമുണ്ട്. ഇവിടെ ഇതാണ് മിറായി ആപ്പ് എന്നൊരു സംഭവം. അപ്പോൾ ഈ ആപ്പിൽ കൂടെ നമുക്ക് അതിൻ്റെ എനർജി കൺസപ്ഷൻ ആയിക്കോട്ടെ, കൺട്രോളിങ് ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയുക, ഓരോ യൂസർക്ക് ഓരോ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്ലീപ്പ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിൽ അവർ എനർജി കൺസപ്ഷൻ എഫിഷ്യൻസി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സെൽഫ് ക്ലീനിങ് ടെക്നോളജി എന്ന സംഭവം വെച്ചിട്ടുണ്ട്. അതായത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പുറത്തത്തെ ഫാൻ ഓട്ടോമാറ്റിക്കലി കുറച്ച് നേരം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കറങ്ങും. അപ്പോൾ ആ ഡസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഡസ്റ്റ് ബസ്റ്റർ എന്ന് അങ്ങനെ ഒന്നും അതിൻ്റെ പേര് നിങ്ങൾ നോക്കേണ്ട സംഭവം ഇതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 2026 അതുപോലെ തന്നെ ഈ 2026 മോഡൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലേറ്റസ്റ്റ് എനർജി എഫിഷ്യൻസി സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലേറ്റസ്റ്റ് മോഡൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കറണ്ട് എനർജി എഫിഷ്യൻസി കിട്ടും കേട്ടോ. അപ്പോൾ പാനസോണിക് ഞാൻ എന്തായാലും നമ്മുടെ ടാഗ് ചെയ്തേക്കാം. ഈ പറഞ്ഞ AC കളൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇനി ആമസോണിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ 2026 അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. എസ്പെഷ്യലി ഈ മോഡലുകൾ എന്താ വെച്ചാൽ ഓഫ്ലൈൻ മോഡലിലും ഓൺലൈൻ മോഡലും ഡിഫറൻറ്റ് ഉണ്ട്. മോഡൽ നമ്പർ ഡിഫറൻസ് ആയിരിക്കും. ഈ 2026 മോഡലാണോ 2025 മോഡലാണോ എന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ചിലത് സ്റ്റിക്കർ ഉണ്ടാവുന്നല്ലാണ്ട്. ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് നല്ലത്. ഇപ്പോൾ നമുക്കിപ്പോൾ എവിടെ നിന്ന് വാങ്ങിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല പരിചയമുള്ള ഷോപ്പ് കടകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല. എവിടെ നിന്നാണോ നല്ല ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിക്കായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ബ്രാൻഡ് ത്രൂ ആണ്. അത് നിങ്ങൾ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഓൺലൈൻ വാങ്ങിച്ചുകൊണ്ട് ഒരു ഡിഫറൻസും ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫർ മിക്കതും കൂടുതൽ ഓൺലൈൻ തന്നെയാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഫ്ലിപ്കാർട്ടിലൊക്കെ വമ്പൻ ഓഫറാണ്. ക്രെഡിറ്റ് കാർഡ് ഓഫറും സംഭവങ്ങളൊക്കെ, കൂപ്പൺ ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടായിരിക്കും, ഞാനിപ്പോൾ വീട്ടിലേക്ക് വേറൊരു 4ാമത്തെ ബ്ലൂ സ്റ്റാറിൻ്റെ AC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 32-33 ഒറിജിനൽ പ്രൈസ്. കടയിൽ ചോദിച്ചപ്പോഴും 33-34 രൂപ പറഞ്ഞത്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് 14,000 രൂപ, 4,000 ഓൾമോസ്റ്റ് 5,000 രൂപ സാധനം കുറഞ്ഞ് കിട്ടി. ഇൻസ്റ്റൻ്റ് ആയിട്ട് 30,000 താഴെ പോയി. അപ്പോൾ നിങ്ങൾക്ക് 5,000 രൂപ കുറയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സ്റ്റെബിലൈസറെങ്കിലും വാങ്ങിച്ച് വയ്ക്കാം. അപ്പോൾ അതുപോലെ തന്നെ AC വാങ്ങിക്കുമ്പോൾ സ്റ്റെബിലൈസർ വയ്ക്കാൻ മറക്കരുത് കേട്ടോ. കടക്കാരങ്ങനെ പലതും ചിലപ്പോൾ പറയും സ്റ്റെബിലൈസർ നിർബന്ധമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2,000 രൂപയുടെ സ്റ്റെബിലൈസറെങ്കിലും വാങ്ങിച്ച് വയ്ക്കുക. V-Guard ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓൺലൈനിൽ മൈക്രോടെക് അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. V-Guard ഇപ്പോൾ തനിയിൽ ലുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നേരം കംപ്ലൈൻ്റ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ 2 V-Guard ഒരു കൊല്ലമായിട്ട് മാറ്റി. അതെന്ന് വെച്ചാൽ ആ V-Guardൻ്റെ സാധനം ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ മൈക്രോടെക് എൻ്റെ റൂമിലിരിക്കുന്ന ആക്ച്വലി മൈക്രോടെക്കിൻ്റെ. അപ്പോൾ അതിനൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ വേറെ കുറേ ബ്രാൻഡുകളും ഉണ്ട്.
അപ്പോൾ വി ഗാർഡ് പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല, ഇപ്പോൾ പേര് മാത്രമേ ഉള്ളൂ, പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല ഇപ്പോൾ വി ഗാർഡിന്. അത് കുറേ പേര് നിങ്ങൾ അറിയേണ്ടായിരിക്കും. കടകളിൽ മിക്കതും വി ഗാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, എന്ന് വെച്ചാൽ അവർക്ക് കമ്മീഷൻ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ വിഷയമൊന്നും ഇല്ല, വി ഗാർഡ് തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അത് മാത്രം ചിലപ്പോൾ ഓൺലൈൻ പോയി ചെയ്യേണ്ടി വരും. ഞാൻ എന്തായാലും അത് ടാഗ് ചെയ്തേക്കാം. എനിക്ക് ഫ്ലിപ്കാർട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി മൈക്രോടെക് വാങ്ങിച്ചിരുന്ന ആമസോണിനായിരുന്നു. അപ്പോൾ ഞാൻ അത് ടാഗ് ചെയ്തേക്കാം. ഇപ്പോഴും അവൈലബിൾ ആണെന്ന് വരുന്നു, പുതിയ മോഡലൊക്കെ വന്നിട്ടാവാൻ ചാൻസ് ഉണ്ട്, നോക്കിയിട്ടില്ല. അപ്പോൾ പാനസോണിക്കിൻ്റെ 2026 മോഡൽ, എൽ ജിയുടെ 2026 മോഡൽ 1.5 ടണ്ണ്, 1 ടണ്ണ്, 3 സ്റ്റാർ, 5 സ്റ്റാർ, ഡൈക്കിൻ്റെ 2026 മോഡൽ. നിങ്ങൾക്ക് നല്ല പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ 2025 മോഡലും വാങ്ങിക്കാട്ടോ, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 2026 മോഡലിന് പ്രൈസ് കൂടും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ എഫിഷ്യൻസി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രൈസ് കൂടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2025 മോഡൽ വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. വലിയ ഡിഫറൻസ് വരുന്നില്ല, അത്രയും പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണ് കേട്ടോ. അതിന് ഒരു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വയ്ക്കായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല പോലെ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം. ആക്സിസ്, ICICI, കോട്ടക്, അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാർഡുകൾ. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് നോക്കാം, jmb.banksupport.in. നമ്മുടെ അതിൽ നിങ്ങൾക്ക് അതുകൂടെ നമ്മുടെ സിബിൽ സ്കോറും ലോൺ അടക്കം ബസ് എല്ലാ സംഭവം നമ്മളതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെറ്റാപ്പ് ത്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ തന്നെ റെഫറൽ ലിങ്ക് ത്രൂ ആണ് എടുത്ത് പോകാം. എല്ലാ കാർഡുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു, നോക്കാം. നിങ്ങൾക്ക് എലിജിബിലിറ്റി അനുസരിച്ച് നോക്കാം. അപ്പോൾ അത് നോക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തിപ്പോൾ ഓരോ പേരെടുത്ത് പറയുന്നില്ല മാത്രം. എന്താ വെച്ചാൽ ആ മോഡലുകൾ ഡിഫറെൻറ്റ് മോഡലുകളുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് പാനസോണിക്കിൻ്റെ 2026 മോഡൽ, എൽ ജിയുടെ 2026 മോഡൽ, അതുപോലെ തന്നെ എൽ ജിയുടെ 2026 മോഡലിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഡൈക്കിൻ്റെ 2026 മോഡൽ അല്ലെങ്കിൽ 2025 മോഡൽ. ഇത് നോക്കിയിട്ട് ഈ 3 ബ്രാൻഡുകളിൽ ഏതുകൊണ്ട് ഉറക്കാട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 40, 42, 40 റേഞ്ച്, ഇപ്പോൾ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് 40 റേഞ്ചിൽ താഴെ വരുമ്പോൾ ചിലപ്പോൾ 42, 43 ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ 40 റേഞ്ചിൽ താഴെ വരാൻ ചാൻസ് ഉണ്ട് കാർഡിന് ഓഫർ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ആ റേഞ്ച് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 32, 30 ആ റേഞ്ചിൽ 30ൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ അതിൻ്റെ നമ്മുടെ മെയിൻ ചാനലിൽ ഗുഡ് ആപ്പൻസ് എന്ന ചാനൽ ചെയ്തിട്ടുണ്ട്. 30ൻ്റെ താഴെ വരുന്ന AC-കൾ അതാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് അതിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ട്, അതിൽ വാങ്ങിക്കാട്ടോ. അപ്പോൾ ഞാൻ ഈ റേഞ്ചിലുള്ള AC-കളുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട, ടാഗ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാനും മറക്കണ്ട, ഫ്ലിപ്കാർട്ടാണെങ്കിൽ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ നമ്മളോട് പറഞ്ഞു തരുന്നു അല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ. ഓഫാകും.